ഹലോ. നാട്ടിൽ നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് ആശയത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നമ്മളിൽ അധിക പേരും പ്രത്യേകമായിട്ടൊരു പാഷൻ ഉള്ള ആളുകളല്ല. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തോട് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അത് ബേസ്ഡ് ആയിട്ടൊരു ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പാഷൻ നമുക്കില്ല, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമുക്കില്ല. അധിക പേരും അങ്ങനെയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈവൻ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ബിസിനസ് ആക്കാൻ പറ്റിയൊരു പാഷൻ അല്ലായിരിക്കും അത്. അപ്പോൾ എല്ലാവർക്കും ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ നിങ്ങൾ പാഷനെ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു പാഷൻ ഇല്ലാത്ത ആളുകൾ എന്തിനെ ഫോളോ ചെയ്യും? അപ്പോൾ പാഷൻ എന്നൊരു സംഗതി നമുക്കില്ലെങ്കിൽ അധിക പേരും ഈ കാറ്റഗറിയിലുള്ളവരാണ്. നമുക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലത് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, ഏതാണ് വർക്കൗട്ട് ആവുന്നത് അതിനെ ഫോളോ ചെയ്യുക. പിന്നെ പാഷൻ ഫോളോ ചെയ്ത് ഒരുപാട് പേരൊക്കെ ബിസിനസ് തുടങ്ങണമുണ്ട്, അതേപോലെ തന്നെ പൊട്ടണമുണ്ട്. ചിലത് വളരാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കണമുണ്ട്. അപ്പോൾ എല്ലാ ടൈമിലും ഈ പാഷൻ നല്ലൊരു ബിസിനസ് ആശയം ആയിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ പാഷനെ തന്നെ ബിസിനസ്സാക്കി മാറ്റാൻ നേരത്ത് വിജയിച്ചോളൊന്നുമില്ല, ഒരു നിർബന്ധവും. ഫെയിലിയർ ആവണ ഒരുപാട് എവിഡൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില പാഷനുള്ള ആളുകൾ അവരുടെ പാഷൻ ബിസിനസ് ആക്കാൻ നേരത്ത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവും. അപ്പോൾ പാഷനൊന്നും ഇല്ലാത്ത ആളുകൾ ബിസിനസ് തുടങ്ങണ്ടേ? അങ്ങനെയൊന്നുമില്ല. പാഷൻ ഇല്ലാത്തവർക്കും ബിസിനസ് തുടങ്ങാൻ പറ്റും. ബിസിനസ് ഒരു പാഷനാക്കിയാൽ മതി. അല്ലാതെ പ്രത്യേക ഒരു മേഖല, ഇപ്പോൾ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ അത് പഠിച്ചിപ്പോൾ ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. പടം വരയ്ക്കാൻ കഴിവില്ലാത്തവരപ്പം എന്ത് ചെയ്യും? പടം വരയ്ക്കേണ്ട, മറ്റേതെങ്കിലും മേഖലയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷണങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ വളരെ ലോ കോസ്റ്റിൽ നടത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പല പരീക്ഷണങ്ങൾ. നമുക്കങ്ങനെ ഒന്നിനോടും അങ്ങനെ പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഏതാണ് വർക്കൗട്ട് ആവണം അതിൻ്റെ പുറകെ കൂടുക എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. കാരണം പരീക്ഷ നോക്കാൻ നേരത്ത് പലതും ഫെയിലാവും. 10 എണ്ണം പരീക്ഷിക്കാൻ നേരത്ത് 8 എണ്ണം ഫെയിലാവും, 2 എണ്ണം വർക്കൗട്ടാവും. ആ 2 എണ്ണം മതി, അല്ലെങ്കിൽ ആ 1 എണ്ണം മതി നല്ല രീതിയിലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട്. ഇത് നമുക്കിന്ന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. എന്നിട്ട് ഈ 3 പ്ലാറ്റ്ഫോമുകളിലും എന്താണോ നിങ്ങളുടെ ബിസിനസ് ആശയം അതങ്ങോട്ട് തുറന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാമെന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് ആശയം ഓഡിയൻസിൻ്റെ അടുത്ത് പറയുക. അങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ആ ബിസിനസ് ആശയം ഡേ 1, ഡേ 2, ഡേ 3 ഒരു 2-3 ആഴ്ചയോ നിങ്ങൾ ഇത് പറയാം. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ, അത് പ്രസൻറ്റ് ചെയ്യുക. അതിനൊരു പ്രൈസ് ഇടുക, പരീക്ഷ വെക്കുക. എത്ര പേര് എൻക്വയറി നടത്തുന്നുണ്ട്, എത്ര പേര് നിങ്ങൾക്ക് എൻക്വയറി നടത്തിയാൽ എത്ര പേര് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇടുന്നുണ്ട്. ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട്, പേയ്മെൻറ്റ് കിട്ടണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യാം. എന്തുകൊണ്ട്? ഇത്രയും പേര് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണല്ലോ അവർ എൻക്വയറി നടത്തിയത്. വെറുതെ എൻക്വയറി ചെയ്യാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് അവർ, പക്ഷേ പേയ്മെൻറ്റ് ഇടണില്ല, കൺവേർട്ട് ആവണില്ല. എവിടെയാണ് പ്രശ്നം? ചിലപ്പോൾ പ്രൈസ് ആയിരിക്കാം പ്രശ്നം. നിങ്ങൾ നല്ല വില കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ നല്ലപോലെ വില കുറവായിരിക്കും. അതും അപകടമാണ്. ഈ ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വില കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓർഡർ കിട്ടുന്നു. നല്ല വില കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് അറിയൂ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു സംശയം തോന്നും, ഇതിനെന്താ എത്ര വില കുറവ്, അപ്പോൾ എന്തോ പ്രശ്നം അതിനുണ്ടല്ലോ എന്ന സംശയവും വരാൻ പാടില്ല. എന്നാൽ നല്ല വില കൂടാനും പാടില്ല. അവരെ അഫോർഡബിലിറ്റി റേഞ്ച് വിട്ട് പുറത്തേക്കും കിടക്കാൻ പറ്റില്ല. പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ വലിയൊരു ശാഖയാണ്. പഠിക്കേണ്ട പ്രൈസിങ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ്. അതൊക്കെ വിടാം, നമുക്കതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എൻക്വയറികൾ കൂടുതൽ വരുന്നുണ്ട്, പക്ഷേ ഓർഡർ ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രൈസ് ഒന്ന് കുറച്ച് നോക്കുക. അപ്പോൾ ചിലപ്പോൾ 2-3 ഓർഡർ വരും. പ്രൈസ് കുറേ കൂടി കുറച്ച് നോക്കുക. അപ്പോൾ കുറച്ചധികം ഓർഡർ വരും. പ്രൈസ് കുറച്ച് കയറ്റി നോക്കുക. അപ്പോൾ കുറച്ച് ഓർഡർ കൂടുതൽ കിട്ടും. അപ്പോൾ എവിടെയാണ് ആ സ്വീറ്റ് സ്പോട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പരീക്ഷണം, ഇതൊക്കെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാലങ്ങൾ എടുത്തിട്ടാണ് പലരും പരീക്ഷിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. 2 ആഴ്ച കൊണ്ട് 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കണ്ടൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ആശയവുമായി ബന്ധപ്പെട്ട് എന്താണോ അതങ്ങോട്ട് ചെയ്യുക.
എന്നിട്ട് നിങ്ങളൊരു പെയ്ഡ് പരസ്യമോ അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള ഓർഗാനിക് ഇത് കൊടുക്കുക. ഓർഗാനിക്കിന് വലിയ വ്യൂസ് കിട്ടണില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് പരസ്യം കൊടുക്കുക. എൻക്വയറി വരുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചു നോക്കുക, ഇതാണ് ഞങ്ങളുടെ പ്രൈസ്, നിങ്ങൾ ഇന്ന പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേ, ഫോൺ പേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വല്ല പേയ്മെൻറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, എന്തോ ആയിക്കോട്ടെ, ഒരു കോൾ ടു ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുക. ഇന്നതിൽ പേയ്മെൻറ്റ് ഇടുക. അവർ പേയ്മെൻറ്റ് ഇടണ്ടോ എന്ന് നോക്കുക. പേയ്മെൻറ്റ് ഇടുന്നില്ല, അടുത്ത പരീക്ഷണം നടത്തുക. അങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ നടത്താൻ നേരത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ഗോൾഡ് സ്ട്രക്ക് ചെയ്യാന്ന് പറയും സായിപ്പന്മാർ. ഇങ്ങനെ കുഴിച്ച് ഒരു സ്ഥലത്താൻ നേരത്ത് ടിങ് എന്നൊരു സൗണ്ട് കേൾക്കും. അത് ഗോൾഡിൻ്റെ ആയിരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു അടുത്തൊരു കുഴിയിലായിരിക്കും നമുക്ക് ആ ഗോൾഡ് സ്ട്രൈക്ക് ചെയ്യണത്. ഇപ്പം ഇതേപോലെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 2-3 ആഴ്ച കൊണ്ട് റിസൾട്ട് അറിയാൻ പറ്റും, ഈ സാധനം വർക്കൗട്ട് ആകുമോ ഇല്ല എന്നുള്ളത്. 1 മാസം മാക്സിമം. അങ്ങനെ 2-3 മാസം പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് സ്ട്രൈക്ക് ചെയ്യും. ഇപ്പോൾ ചില സമയത്ത് നമ്മളുടെ പരസ്യം കൊടുക്കാൻ നേരത്ത് വാട്സപ്പിൽ വരും. വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്യുന്ന പലരും പലരും പറയണത് കേട്ടിട്ടുണ്ട്. പേയ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ റിപ്ലൈ ഇല്ല, അവർ റിപ്ലൈ ഒന്നും തന്നില്ല. ബാക്കി എല്ലാം എൻക്വയറി ചെയ്തു. നമുക്ക് തോന്നും അവരിപ്പോൾ വാങ്ങുമെന്നുള്ള ഒരു ഫീല് നമുക്ക് വരെ വരും. പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഫൈനൽ കോൾ ടു ആക്ഷൻ, അതായത് ഇന്ന ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന പറയും, പിന്നെ അവരെ ഡിസപ്പിയർ ആവുകയാണ്. ഒരുപാട് സംരംഭകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. ഇതിവിടുത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. കാരണം അവരാണല്ലോ കാശ് തരേണ്ട ആളുകൾ, നമ്മളുടെ കസ്റ്റമേഴ്സ് അവരാണല്ലോ, അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് എൻക്വയറി നടത്തിയ ഒരാൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് ഇന്ന് എൻക്വയറി നടത്തി, അവർ പേയ്മെൻറ്റ് ഇടണില്ല. അടുത്ത ദിവസം നമ്മൾ അവരെ വീണ്ടും കോൺടാക്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻക്വയറി നടത്തിയായിരുന്നു, പക്ഷേ നിങ്ങൾ ഇത് വാങ്ങിയില്ല, ഞങ്ങളൊരു പുതിയ ബിസിനസ്സാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു സർവേ നടത്തുന്നതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങാത്തത്, എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ വാങ്ങാത്തത്, പ്രൈസാണോ പ്രശ്നം? അപ്പോൾ അവർ പറയും പ്രൈസാണോ പ്രശ്നം, ഈ ഒരു പ്രൊഡക്റ്റ് അവരുദ്ദേശിച്ച അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അവർ വിശ്വസിക്കണില്ല, അതാണോ പ്രശ്നം, ഇതിൻ്റെ വലിപ്പം കൂടുതലാണോ കുറവാണോ കളറാണോ പ്രശ്നം? അപ്പോൾ എന്താണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കുക. അങ്ങനെ കുറച്ച് എൻക്വയറി വന്നിട്ട് വാങ്ങാത്ത ആളുകളോട് നമ്മൾ ചോദിക്കാൻ നേരത്ത്, അപ്പോൾ അവിടെ നമുക്ക് ആ ജെന്യുവിനായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് അപ്പം തന്നെ കിട്ടുകയാണ്. അതനുസരിച്ച് നമുക്ക് മാറ്റാം. ചിലപ്പോൾ പ്രൈസ് ആയിരിക്കാം, ചിലപ്പോൾ പ്രൈസ് അല്ലായിരിക്കാം, എന്താണെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അവർ തിരിച്ച് നമുക്ക് ഫീഡ്ബാക്ക് തരാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെയാണ് പ്രശ്നം. അതനുസരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ചേഞ്ച് ചെയ്യാം. നമ്മളുടെ പുതിയ പരസ്യം നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത പരസ്യം കൊടുക്കാം. അപ്പോൾ ഈ ഓരോന്ന് മാർക്കറ്റിൽ നമ്മൾ ഓരോ പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പുതിയ പരസ്യങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താമെന്നുള്ളതാണ് ലോ കോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, പെട്ടെന്ന് തന്നെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള നിലവിലുള്ളൊരു സൊല്യൂഷൻ അതാണ്. കാരണം പെട്ടെന്ന് എക്സിക്യൂഷൻ നടക്കണം, ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നടക്കണം. പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഐഡിയയുമായിട്ട് ഇവർ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ കൊല്ലം ചോദിക്കുമ്പോഴോ ആ ഐഡിയ ഇവരുടെ തലയിലുണ്ട്. 2 കൊല്ലം മുമ്പേ ഈ ഐഡിയ ഇവർ പറഞ്ഞതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. 3 കൊല്ലം മുമ്പ് പറഞ്ഞതായിട്ട് വേറൊരാൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു 5-6 കൊല്ലമായിട്ട് ഇവരുടെ തലയിൽ ഈ ഐഡിയ ഉണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് പോലും ഇവരെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നിലവിൽ ഇപ്പോൾ എന്താണോ ചെയ്യണത് അത് തന്നെ തുടർന്ന് അങ്ങോട്ട് പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇത്രയും ഈ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവില്ല, ഒരു അർജൻസി ഇല്ല അവർക്ക്, എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു കഴിവുമില്ല. അതിന് ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട് കേട്ടോ, ഇവരുടെ അടുത്ത് ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് 5-6 വർഷമായിട്ട് ഈ ഐഡിയ ആയിട്ട് നടക്കുന്ന ആളുകളുടെ അടുത്ത് ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട്. കാശില്ല എന്നതായിരിക്കും അധിക സമയം കേൾക്കാനുള്ള എക്സ്ക്യൂസ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യുക. ആ സാധനം ഇപ്പോൾ ഒരു എയ്റോപ്ലെയിൻ കമ്പനി തുടങ്ങണം, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ചെറുതായിട്ട് തുടങ്ങാൻ പറ്റില്ല, മനസ്സിലാക്കാം, ശരിയാണ്. വലിയൊരു എന്താ പറയുക, ബോയിങ്ങും എയർബസും ആയിട്ട് എനിക്ക് മത്സരിക്കണം, ഒരു എയ്റോപ്ലെയിൻ കമ്പനി തുടങ്ങാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അടുത്ത് അതിന് കാശില്ല, ഫണ്ട് റേസ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഞാൻ പറയാം അത് ഡ്രോപ്പ് ചെയ്യുക. ആ ഐഡിയ ഡ്രോപ്പ് ചെയ്തിട്ട് വളരെ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പിടിക്കുക, എന്നിട്ട് അതിനെ വലുതാക്കി കൊണ്ടുവരാൻ നോക്കുക. ചെറുതായി വലുതാക്കണം എന്ന മൈൻഡ് സെറ്റോട് കൂടി ചെറുതായിട്ട് തുടങ്ങുക. അതാണ്
സീക്രട്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിനെ വലുതാക്കി കൊണ്ടുവന്നെ, അതാണ് നമ്മളുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ. പക്ഷേ ചെറുതായിട്ട് തുടങ്ങാം, വലുതാക്കി കൊണ്ടുവന്നെ എന്ന മൈൻഡ് സെറ്റോട് കൂടി ചെറുതായിട്ട് തുടങ്ങാം. ഇതാണ് സീക്രട്ട്. ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് വലിയ റിസൾട്ട് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പലരും വർഷങ്ങളും മാസങ്ങളും എടുത്ത് അച്ചീവ് ചെയ്യണ പല കാര്യങ്ങളും നമുക്ക് ആഴ്ചകൾ കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫാസ്റ്റ് എക്സിക്യൂട്ടേഴ്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതല്ല നിങ്ങൾ ഓരോന്നും ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ ഇങ്ങനെ നോക്കിയിരുന്നു ഒരുപാട് പേര് എൻ്റെ വാട്സപ്പിൽ, ഞാനിത് വെറുതെ ഇരുന്ന് പറഞ്ഞില്ല, വാട്സപ്പിൽ ഒരുപാട് പേര് എന്നെ പല കാര്യങ്ങൾക്കും എൻക്വയറി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം എൻക്വയറി ചെയ്ത ആൾ ഈ അടുത്ത് തന്നെ, ഞാൻ പേര് ഇതൊന്നും പറയുള്ളൂ, വീണ്ടും എൻക്വയറി ചെയ്യുന്നു. സെയിം ചോദ്യം, സെയിം സംശയം, സെയിം കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഈ ഒരു വർഷമായിട്ടും ഒന്നും ചെയ്തിട്ടില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, 1-2 ആഴ്ച മാക്സിമം എടുക്കുകയുള്ളൂ ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുവരെ ചെയ്തിട്ടില്ല. പേടിയാണ്. ഈ പേടി, ഒന്നാമത് ഈ പേടിയുള്ള ആൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഈ പേടി എടുത്ത് മാറ്റിയില്ലെങ്കിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ പേടി നിങ്ങളെ പുറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടപട എന്ന കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇങ്ങനെ ഫാസ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ, പല പരീക്ഷണങ്ങൾ നടത്താൻ നേരത്ത് 1, 2, 3 ഒക്കെ ഫെയിലാവും. പരീക്ഷണങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ആയിരിക്കും അധിക സമയം റിസൾട്ട്. അത് അങ്ങനെ തന്നെ കരുതി വെച്ചു. ഇത് പരീക്ഷണമാണ്, ഫെയിലാവാനാണ് സാധ്യത കൂടുതൽ. സക്സസ് ആയിക്കഴിഞ്ഞാൽ നല്ല കാര്യം, ഫെയിലാവാനായിരിക്കും ഒരു 90% സാധ്യത. അങ്ങനെ പല പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്താൻ നേരത്ത് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം അവർക്ക് എക്സ്പെരിമെൻറ്റേഷൻ ഹാബിറ്റ് അവർക്കില്ല, അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ഐഡിയ ആണോ ഉള്ളത്, 1 മാസത്തിനുള്ളിൽ അത് ടെസ്റ്റ് അടിക്കുക. റിയൽ മാർക്കറ്റിൽ ടെസ്റ്റ് അടിക്കുക. അത് പെയ്ഡ് പരസ്യം കൊടുത്തോ, ഓർഗാനിക് കൊടുത്തിട്ടോ, സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ടോ, എങ്ങനെയെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റ് അടിക്കുക. ഇതൊന്നും ചെയ്യാതെ, ഈ ഐഡിയ ഒന്നും ടെസ്റ്റ് ചെയ്യാതെ പലരും പലതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിയെടുക്കുകയാണ്. ലൈസൻസുകൾ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവർക്ക്, ഒരുപാട് സംശയങ്ങളാണ്. സംഗതി മാർക്കറ്റിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് ആരാണോ കാശ് തരുന്നത് അവരാണല്ലോ കസ്റ്റമർ. നമ്മളുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവരുന്നത് ഒരേ ഒരു വിഭാഗം ആളുള്ളൂ, അത് കസ്റ്റമേഴ്സ് എന്ന് പറയും. ബാക്കിയുള്ള എല്ലാവരും നമ്മളുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്നവരാണ്. സപ്ലയേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്നവരാണ് ഇവരെല്ലാം. നമ്മുടെ കയ്യിലേക്ക് കാശ് തരുന്നവർ ആരാണോ അവരുടെ അഭിപ്രായമാണ് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പല പരീക്ഷണങ്ങൾ നടത്താൻ നേരത്തെ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്കാവും, അതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.